PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് LDF ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നടത്തിയിട്ടുള്ള പ്രസ്താവന പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരന് ഗവൺമെൻറ്റിൻ്റെ നയപരമായ തീരുമാനങ്ങൾ പറയുവാൻ ആരും തന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. PM ശ്രീ എന്ന പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ അത് മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല. ശ്രീ രതീഷ് കാളിയാടിൻ്റെ പ്രസ്താവന UDF BJPയെ സഹായിക്കാൻ ഉപകരിക്കും. ഇനി UDF ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണോ ഈ പ്രസ്താവന നടത്തിയതെന്ന് സംബന്ധിച്ചിടത്തോളം ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവസരവാദികളായിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിലിരിപ്പ് ഇത്തരം പ്രസ്താവനയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയുന്നത്. PM ശ്രീ ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നിയമസാധുതയെ സംബന്ധിച്ചിടത്തോളവും LDF ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളവും നിയമസഭയ്ക്കകത്തും പുറത്തും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ഞാനും ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഫിഡവിറ്റ് ഉണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ വകുപ്പ് തീരുമാനിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഈ പദ്ധതിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള രേഖാമൂലമായിട്ടുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണെന്ന് പറയുന്ന ഇന്നത്തെ UDF ഗവൺമെൻറ്റിന് ആ തുടർച്ചയുടെ ഭാഗമായി PM ശ്രീയുമായി സഹകരിക്കാതെ മുന്നോട്ട് പോവുകയും SSK ഫണ്ട് വാങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം.